ധാരാളം പേരാണ് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഡോളറിൽ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത്. ലംസമായിട്ടും അതുപോലെ തന്നെ SIP ആയിട്ടും മ്യൂച്വൽ ഫണ്ട് ചെയ്യാറുണ്ട്. അവർക്കെല്ലാം ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് ടി റോവിൻ്റെ ഈ ഒരു ലാർജ് ക്യാപ് ഫണ്ട്. US ഇക്വിറ്റിയിൽ പൊസിഷൻ ചെയ്തിട്ടുള്ള ഈ ഫണ്ടിൻ്റെ ഇന്നത്തെ വിപണി മൂല്യം എന്ന് പറയുന്നത് $2.64 ബില്യൺ ആണ്. 2013 ഇൻസെപ്റ്റ് ചെയ്ത ഈ ഫണ്ട് $10 NAV-ലാണ് ആരംഭിച്ചത്. ഇന്ന് ഇതിൻ്റെ ഒരു NAV എന്ന് പറയുന്നത് $97 ആണ്. കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം ഈ ഫണ്ട് 8% റിട്ടേണും കഴിഞ്ഞ 5 വർഷത്തിൽ 87% റിട്ടേണും കഴിഞ്ഞ 10 വർഷം എടുക്കുകയാണെങ്കിൽ 287% റിട്ടേണും നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങളൊരു $100,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 10 വർഷം മുന്നേ എങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് $287,000 ആയിട്ട് മാറിയിട്ടുണ്ട്. എപ്പോഴും നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് നല്ല കോമ്പൗണ്ടിങ് ഗ്രോത്ത് നൽകിക്കൊണ്ടിരിക്കും. ഇന്ത്യൻ രൂപയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലേഷനും അതുപോലെ തന്നെ റുപ്പി ഡോളറിൻ്റെ ഒരു ഡിഫറൻസുമാണ്. കൂടാതെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് നമ്മൾ 12% ലോങ് ടൈമിലും ഷോർട്ട് ടൈം ആയിട്ട് 20% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ പ്രോഫിറ്റിൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത് വലിയ രീതിയിലാണ് ഇന്ത്യൻ ഉപഭോക്താക്കളെ മാറി ചിന്തിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ എവിടെ നിന്നുകൊണ്ട് നമുക്ക് ഡോളറിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ആരംഭിക്കാം. അതിനായിട്ട് ധാരാളം പ്ലാറ്റ്ഫോംസും ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്ത് അവൈലബിൾ ആണ്. ഞങ്ങളുടെ കസ്റ്റമർ ബേസ് നോക്കുകയാണെങ്കിൽ തന്നെ UAE മാത്രമൊന്നും അല്ല കേട്ടോ, GCCയിലെ എല്ലാ രാജ്യങ്ങളും അതുപോലെ തന്നെ ന്യൂസിലൻഡ്, UK, കാനഡ പോലെയുള്ള രാജ്യങ്ങളാണ്. നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SIP ആയിട്ടും ലംസായിട്ടും ഇത്തരം ഫണ്ടുകൾ പരിഗണിക്കാം. ആയിരക്കണക്കിന് ഫണ്ടുകൾ ഡിഫറെൻറ്റ് ഡോമിസിലിൽ നമുക്ക് അവൈലബിൾ ആണ്. ടി റോവ് പോലെയുള്ള അതിശക്തമായിട്ടുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ വരുന്നത് US-ൽ നിന്നാണ്. ബ്ലാക്ക് റോക്കിൻ്റെ ഫണ്ടുകളും ഫിഡിലിറ്റിയുടെ ഫണ്ടുകളൊക്കെ മികച്ച റിട്ടേൺ നൽകുന്നതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് DM എന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം. ഓക്കെ ബ്രോസ്, താങ്ക്സ്.